അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹധന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനങ്ങൾ പ്രഭാതം പോലെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി തങ്ങൾ തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ നബി പറയുകയാണ്, ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി അതിൻ്റെ ചില അടയാളങ്ങൾ പ്രകടമാകും. അതിലൊന്ന് യതഖാറബുസ്സമാൻ, കാലഘട്ടം അടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് ഒരാഴ്ചയുടെ ദൈർഘ്യമേ ഉണ്ടാവുകയുള്ളൂ, ഒരാഴ്ചക്ക് ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കാലം അടുക്കും. വയങ്കുസുൽ അമലു, കർമ്മങ്ങളൊക്കെ ചുരുങ്ങിപ്പോകും. വയുൽഖിസ്സുഹു, പിശുക്ക് വ്യാപകമാകും. വയക്സുറുൽ ഹർജു, ഹർജ് അധികരിക്കും. ഹർജ് അധികരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഖാലു, സഹാബത്ത് ചോദിച്ചു, വമൽ ഹർജു, എന്താണ് നബിയെ ഹർജ്? അന്നേരം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഖത്ലു, അത് കൊലപാതകമാണ്. എങ്ങനെയുള്ള കൊലപാതകമാണെന്നറിയോ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ തങ്ങൾ തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, പുണ്യനബി പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ശരീരം ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലാ തദ്ഹബുദ്ദുനിയാ, ഈ ദുനിയാവ് അവസാനിക്കുകയില്ല. ഹത്താ യഅ്തിയ അലന്നാസി യൗമുൻ, ജനങ്ങൾക്ക് മേലൊരു ദിവസം വരാതെ. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതല, കൊല്ലുന്നവൻ അറിയുന്നില്ല, കൊലയാളി അറിയുന്നില്ല, എന്നാൽ കൊല്ലപ്പെടുന്നവൻ എന്ത് കാര്യത്തിലാണ് ഞാൻ അവനെ കൊല്ലുന്നത് എന്ന്. വലൽ മഖ്തൂലു ഫീമ ഖുതില, കൊല്ലപ്പെടുന്നവൻ അറിയുന്നില്ല എന്തിൻ്റെ പേരിലാണ് ഞാൻ കൊല്ലപ്പെടുന്നത് എന്ന്. ഫഖീല, അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, കൈഫ യകൂനു ദാലിക, അതെങ്ങനെയാണ് ഉണ്ടാവുക നബിയെ? ഖാല, അന്നേരം ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഹർജു, അത് കൂട്ടക്കൊലയായിരിക്കുമെന്ന്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ രക്തം കണ്ട് കൊതി തീരാത്ത ഇസ്രയേലും അമേരിക്കയും, പാവപ്പെട്ട മനുഷ്യൻ്റെ ശവശരീരങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ഇസ്രയേലും അമേരിക്കയും. കഴിഞ്ഞ റമദാനു ശരീഫിലൊക്കെ നമ്മൾ കണ്ടത് ഫലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുമക്കളെ, പാവപ്പെട്ട സഹോദരിമാരെ, പാവപ്പെട്ട മനുഷ്യരെ അറുകൊല ചെയ്യുന്ന ദൃശ്യങ്ങളായിരുന്നെങ്കിൽ, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യരെ അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന ചിത്രങ്ങളാണ്. മാത്രമല്ല, ഒന്നുമറിയാത്ത പാവപ്പെട്ട പിഞ്ചോമനകൾ കലാലയങ്ങളിലേക്ക് അവരുടെ പുസ്തകങ്ങളുമായി കടന്നു ചെന്ന് അവർക്കുമേൽ ബോംബ് വർഷിച്ച് ചിന്നിച്ചിതറിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രവചനങ്ങൾ അക്ഷരം പ്രതി പുലരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. വിശ്വാസികളെ, പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്, വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ യു.എയിലും ഖത്തറിലും കുവൈത്തിലും സൗദി അറേബ്യയിലും ബഹ്റൈനിലുമൊക്കെയുള്ള പ്രവാസികൾ, അവിടേക്ക് ഇറാൻ അമേരിക്കയുടെ താവളങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആ ആക്രമണം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഈ രാജ്യങ്ങളിലൊക്കെ പല പ്രയാസങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. വ്യോമയാന പാതകൾ മുഴുവനും എല്ലാ രാജ്യങ്ങളും അടച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വല്ലാത്ത ഒരു പ്രയാസത്തിലൂടെയാണ് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെവിടേക്കാണ് പോകുന്നതെന്നോ ഇത് എവിടെയാണ് അവസാനിക്കുക എന്നോ ഒന്നും അറിയില്ല. വിശ്വാസികളെ, നമ്മുടെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. സിലാഹുൽ മുഅ്മിനി അദ്ദുആ, പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ആയുധം. നമുക്ക് അല്ലാഹുവിനോട് ഈ പരിശുദ്ധമായ റമളാനു ശരീഫിൻ്റെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിൽ മനസ്സുരുകി ദുആ ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടി,
അവരുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാട്ടിലുള്ള ഒരു സന്തോഷങ്ങളിലും അവർക്ക് പങ്കുചേരാൻ കഴിയാറില്ല. അവർ വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുകയാണ്. അവർക്കൊരു പ്രയാസവും വരരുത്. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ പാവപ്പെട്ട എത്രയോ മനുഷ്യർ ഇതിൻ്റെ പേരിൽ അറുകൊല ചെയ്യപ്പെടുകയാണ്. എല്ലാ രാജ്യങ്ങളിലും അശാന്തി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി ദുആ ചെയ്യണം വിശ്വാസികളെ. ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഈ ധാർഷ്ട്യത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി, അവരുടെ പരാജയത്തിന് വേണ്ടി നമ്മളൊക്കെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട സമയമാണ്. അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് എല്ലാ രാജ്യത്തെയും എല്ലാ ജനങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. മനുഷ്യനെ അറുകൊല ചെയ്യാൻ വേണ്ടി മാത്രം ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദുശക്തികളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. അവരെ അള്ളാഹു ഛിന്ന ഭിന്നമാക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.